ഹലോ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മുട്ടുകാടാണ്. പാടശേഖരം നെൽപ്പാടം കണ്ട. അപ്പം അതിൻ്റെ വീഡിയോ എടുക്കാൻ വന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ വിളവൊക്കെ ആയി, ഒരുപാട് പേരൊക്കെ വരും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വരും. അതിന് മുമ്പ് ഞങ്ങൾ വന്നൊന്ന് പാടശേഖരത്തിൻ്റെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി പോയപ്പോൾ കൂട്ടത്തിൽ കുറച്ച് പേര് ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നവരാണ്. എന്താ ഇവർ വന്ന് ഇവിടെ എത്തിച്ചു. അവർക്കതൊക്കെ സ്വർഗ്ഗ തുല്യമാണെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് നേരെ ഇനി തിരിച്ചു പോവുകയാണേ. ഇങ്ങനെ എൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ, വന്നതിൻ്റെയൊക്കെ. ഇത് മുട്ടുകാട് പാടശേഖരം. ഇടുക്കിയിലെ കുട്ടനാട് എന്നറിയപ്പെടുന്ന പാടശേഖരമാണ് മുട്ടുകാട്. ബൈസൺമാലി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാടശേഖരമാണ് മുട്ടുകാട്. ബൈസൺമാലിൽ നിന്നും 4 കിലോമീറ്ററും ഗ്യാപ്പ് റോഡ് വഴി ബൈസൺമാലിയിലേക്ക് 8 കിലോമീറ്ററുമാണ് ഈ പാടശേഖരത്തേക്കുള്ളത്. ഈ മുകളിൽ കാണുന്ന മല കണ്ടോ, അതാണ് മുനിയറ. ഇതിനു മുമ്പ് ഞാൻ മുനിയറയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ബൈസൺമാലിൽ നിന്നും 4 കിലോമീറ്ററാണ് മുട്ടുകാട് പാടശേഖരത്തേക്കുള്ളത്. ഞങ്ങളുടെ കൂടെ വന്ന ശ്രീകുട്ടി കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. 100 ഏക്കറിന് മുകളിലേക്കുണ്ട് ഈ മുട്ടുകാട് പാടശേഖരം. ബൈസൺമാലിലാണ് കൂടുതലും ഈ പാടശേഖരം ഉള്ളത്. നിരവധി സഞ്ചാരികളാണ് ഈ പാടശേഖരം കാണുവാനായിട്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. കൂടാതെ തന്നെ നെൽകൃഷി കഴിഞ്ഞാൽ ഇവിടെ പൂക്കളുടെ കൃഷിയും ചെയ്തു വരാറുണ്ട്. മലകളിൽ നിന്ന് ഒലിച്ചു വരുന്ന ഈ തോട്ടിലൂടെയുള്ള വെള്ളത്തിൽ നിന്നാണ് കൃഷിക്ക് ആവശ്യത്തിനനുസരിച്ച് ജലസേചനം ലഭ്യമാക്കുന്നത്. ബണ്ട് പോലെ തടഞ്ഞു നിർത്തിയിട്ടാണ് ആവശ്യത്തിനനുസരിച്ച് കൃഷിയിലേക്ക് വെള്ളം ഇവർ എടുക്കുന്നത്. ഒരുപാട് പേരുടെ കൂട്ടായ്മകളിലൂടെയാണ് ഈ കൃഷി ഇവിടെ ഒരുങ്ങുന്നത്. ദൂരെ കാണുന്നതാണ് ഗ്യാപ്പ് റോഡ്. വളരെ മനോഹരമായിട്ടുണ്ട്. അവിടെ നിന്നാലും നമ്മുടെ ഈ മുട്ടുകാട് പാടശേഖരം കാണാൻ കഴിയും. ഇത് ഇവിടുത്തെ ഒരു കൃഷിക്കാരനായിരുന്നു. ഈ ചേട്ടൻ ഇവിടെ 5 ഏക്കറോളം പാടം ഉണ്ട്. നിരവധി സഞ്ചാരികൾ ഞങ്ങൾ വന്നു കഴിഞ്ഞതിന് ശേഷം എത്തുന്നുണ്ടായിരുന്നു. ഇടുക്കി ജില്ലയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവർ ഉണ്ട്. ഈ മുട്ടുകാട് പാടശേഖരത്തിൽ നിന്നും ആനേറങ്കൽ, മൂന്നാർ പോകുവാൻ വളരെ എളുപ്പമാണ്. ഇതായി കാണുന്ന 2 പേർ ബാംഗ്ലൂരിൽ നിന്നുമാണ്. ഇവർക്ക് ഇത് വളരെ മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ സ്ഥലം. അവർ പറഞ്ഞു, നിങ്ങൾ മനോഹരമായ സ്ഥലത്താണ് ജീവിക്കുന്നത്, നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മൾക്ക് ഈ ഒരു വാക്ക് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഞങ്ങളുടെ നാട് ഇത്രയ്ക്കും ഭംഗിയുണ്ടെന്ന് ഇപ്പോൾ മറ്റുള്ളവർ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ നാട് ഞങ്ങൾക്ക് വളരെയധികം മനോഹരമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ അവിടെയല്ലല്ലോ, ഇവിടെയല്ലേ. വളരെ സന്തോഷത്തോടെ വൈകുന്നേരം ഒന്ന് ചുമ്മാ കറങ്ങാൻ ഇറങ്ങിയതാണേലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരുപാട് പേര് വരുന്നതിന് മുമ്പ് ഞങ്ങൾ വീഡിയോകളൊക്കെ എടുത്തു കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. കൂടുതൽ ആൾക്കാർ വരുമ്പോൾ വീഡിയോ എടുക്കാനാണെന്ന് തോന്നുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒഴിഞ്ഞ സ്ഥലം നോക്കി ആരുമില്ലാത്തപ്പോൾ മാത്രമേ വീഡിയോ എടുക്കാറുള്ളൂ. പാടത്ത് നെല്ല് വിളഞ്ഞു കിടക്കുന്നത് കൊച്ചുകാരൻ കണ്ടിരിക്കുകയാണ്. അവൻ ഇതാദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങളുടെ വീട്ടിലും പണ്ട് പാടശേഖരം ഉണ്ടെങ്കിലും ഇവർക്കിതൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല. കൂടെ വന്ന ശ്രീകുട്ടിയാണെങ്കിൽ ഉറങ്ങിയും പോയി. നമ്മുടെ ചക്രമുടി മഞ്ഞ് മേഘങ്ങൾ കൊണ്ട് മൂടുകയാണ്. ഇവര് ഒരുപാട് അങ്ങ് നടന്നു പോകുന്നുണ്ട്. അവർക്ക് ഈ സ്ഥലം വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. വളരെ ശ്രദ്ധയോടും ഫോട്ടോസൊക്കെ അവർ എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ തൊട്ടടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. വെള്ളച്ചാട്ടത്തേക്ക് മറ്റൊരു ദിവസം പോകാമെന്ന് കരുതി. അപ്പോൾ ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കണേ.